ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ HPCL ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ഒഫീഷ്യൽ സിലബസ് ഔട്ടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോക്ക് അത്രക്കൊന്നും വ്യൂസ് പ്രതീക്ഷിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത് വീഡിയോ കണ്ടത് കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എന്നിരുന്നാലും കുറച്ച് പേര് ഇതിൽ നമ്മളെ ബേസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവർക്ക് നമ്മളിതിൻ്റെ സിലബസ് ഔട്ട് ചെയ്താൽ അതിൻ്റെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ CBTയുടെ എക്സാം പാറ്റേൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ടെക്നിക്കലാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയുണ്ട്? റീസണിങ്, QA, ഇംഗ്ലീഷ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അതൊക്കെയുണ്ട് അല്ലേ. രണ്ടാമതാണ് ടെക്നിക്കൽ. അപ്പോൾ ടെക്നിക്കലിൻ്റെ സിലബസ് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ എന്തൊക്കെയാണെന്നെല്ലാവരും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ജസ്റ്റ് വേർഡ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമൊന്ന് ഓവറോളായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇതിലിപ്പം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇതിലിപ്പം 11 മൊഡ്യൂളായിട്ടാണ് അവർ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിലിപ്പം ഫസ്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ജനറേഷൻ സിസ്റ്റംസ് എന്നുള്ള രീതിയിൽ ഇത് തന്നെയാണ് ഇവിടെ, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ ഉള്ളത്. ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ SSC ചെയ്യുക അല്ലെങ്കിൽ RRB ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. പിന്നെ ഫോൾട്ട്, സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം അല്ലേ, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫോൾട്ടും സ്വിച്ച് ഗിയർ പ്രൊട്ടക്ഷനും ഇല്ല. ബാക്കി ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സിലബസ് പ്രകാരം തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്, ഇതൊക്കെ ഡീറ്റെയിൽ. അതേപോലെ പവർ ട്രാൻസ്മിഷൻ, പവർ ഫാക്ടറി ഇമ്പ്രൂവ്മെൻ്റ് അടക്കം നിങ്ങൾ പഠിക്കണം. ഓക്കെ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒന്നാമത്തെ 7ാമത്തെയും കൂടി നമുക്ക് പവർ സിസ്റ്റം എന്നുള്ള ലാബിൽ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ സർക്യൂട്ട്സ് ലോ ആണ്, അല്ല ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ SSC RRB നിങ്ങൾ സിലബസ് നിങ്ങളുള്ള പോലെ ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ട് ലോ, AC ഫണ്ടമെൻ്റൽസ് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത്രയും നിങ്ങൾ ഷുവറായിട്ട് പഠിക്കണം. ഓക്കെ, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഇലക്ട്രോണിക് മെഷർമെൻറ്റ് നിങ്ങൾ RRB അല്ലെങ്കിൽ SSCയുടെ ആ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നോക്ക് 4ാമത്തെ നോക്ക്, ഇലക്ട്രിക് മോട്ടോഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. ഇത് തന്നെയാണ് ഇവിടെ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇൻഡക്ഷൻസ് ഉള്ളത്. ഇൻഡക്ഷൻ, സിങ്ക്രണസ് ആൻഡ് FHP മെഷീൻസ്. അപ്പോൾ നിങ്ങൾ മെഷീൻസ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവിടെ പഠിക്കണം. ഓക്കെ, നമ്മൾ RRB ജയിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് കൂടാണ്ട് സിങ്ക്രണസ് മെഷീൻസ് എന്ന രീതിയിൽ 2 മൊഡ്യൂളായിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രിക് മോട്ടോഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഒരു മൊഡ്യൂള്, പിന്നെ ഇൻഡക്ഷൻ, സിഗ്നസ്, FHP മെഷീൻസ് എന്ന രീതിയിൽ. അപ്പം നിങ്ങൾ ആ മെഷീൻസ് സ്വാഭാവികമായിട്ടും SSC ജിയുടെ സിലബസ് പ്രകാരം തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ റിന്യൂവബിൾ എനർജി പവർ പ്ലാന്റ്സ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ്. നിങ്ങൾ ഇപ്പോഴത്തെ സബല്ല, അതിൻ്റെ മുന്നത്തെ സബിൻ്റെ ഒക്കെ സിലബസ് നോക്കി കഴിഞ്ഞാൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ കേട്ടിയുടെ സിലബസിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. മുന്നത്തെ സിലബസിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സിലബസിൽ മുന്നത്തെ സബിൻ്റെയൊക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഇതുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റിന്യൂവബിൾ എനർജി പവർ പ്ലാന്റ്സ്. പിന്നെ ഫണ്ടമെൻ്റൽസ് ഓഫ് പവർ ഇലക്ട്രോണിക്സ്, ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കുക. എലമെൻസും കാര്യങ്ങളും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ മൈക്രോ കൺട്രോളർ ജസ്റ്റ് ബേസിക് പഠിക്കുക, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുക. പിന്നെ എനർജി കൺസർവേഷൻ്റെ ഓഡിറ്റ് ചെയ്ത് നിങ്ങൾ പണ്ടൊരു സീം എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ PDF കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ കൃത്യമായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും എനർജി കൺസർവേഷൻ്റെ ഓഡിറ്റ്. ജസ്റ്റ് അതിൻ്റെ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. എനിക്കൊന്നൊരു 72 പേജോ മറ്റുള്ള ഒരു PDF ആണത്. നിങ്ങൾക്ക് അത് കയറി നോക്കാം. പിന്നെ ബിൽഡിംഗ് ഇലക്ട്രിഫിക്കേഷൻ, അതും നിങ്ങൾക്ക് അവിടെ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ PDF ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അവർ സിലബസിൽ പറഞ്ഞത്. ഇത് കൂടാണ്ട് നമ്മളെ നോൺ ടെക്നിക്കൽ ഉണ്ടല്ലോ, CBT 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ
നോൺ ടെക്നിക്കൽ പ്ലസ് ടെക്നിക്കൽ. നോൺ ടെക്നിക്കലിൻ്റെ ഓൾറെഡി അവിടെ സിലബസ് അവിടെ ഔട്ടായിട്ടുണ്ട്. അത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ സമയത്ത് തന്നെ പറഞ്ഞിട്ടായിരുന്നു. CBT 2ൻ്റെ സിലബസ് ഇപ്പോൾ ഇവിടെ ഔട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു എന്താ പറയുക 1 വേർഡായിട്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ RRB ജെയ്ഡും ഇപ്പോൾ നിങ്ങൾക്കറിയാം ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ ബേസ്ഡ് എക്സാമാണല്ലോ. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷനുള്ള സെയിം എക്സാം തന്നെയാണ് SSC അല്ലെങ്കിൽ RRB JEE ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡിങ് തന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു.